വെൽക്കം ബാക്ക് ബോയ്സ്. എൻ്റെ വൈസർ ആക്ച്വലി പൊട്ടിയിരിക്കുകയാണ്. മിക്കവാറും ഈ ട്രാവലിൽ നോയ്സ് വിൻ നോയ്സ് കൂടാൻ ചാൻസ് ഉണ്ട്. ബട്ട് എനിവേ നമ്മൾ എല്ലാം സഹിച്ചുകൊണ്ട് അവിടെ ഇരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. സമയം ഇപ്പം 5:48 5:30 ഇറങ്ങാൻ വിചാരിച്ചാൽ കുഴപ്പമില്ല, 10 മിനിറ്റില്ല, സീനൊന്നുമില്ല. കസിനുണ്ട് കൂടെ, ASK ഗെയിമർ. ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഈ വണ്ടി, കൊച്ചി റൈഡ്സിലൊക്കെ ഈ വണ്ടി കണ്ടിട്ടുണ്ടാവും. ഇന്ന് പോകാൻ പോകുന്നത് ഹൊറൈസൺ വ്യൂ പോയിന്റിലോട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹൊറൈസൺ വ്യൂ പോയിന്റിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ പോയത് മിനി ഊട്ടിയിലോട്ടാണ്. പക്ഷേ ഇപ്രാവശ്യം ചേഞ്ച് ഓഫ് പ്ലാൻസ് ഒന്നുമില്ല. എക്സാക്ട്ലി അങ്ങോട്ടേക്ക് തന്നെയാണ്. നമ്മളെ കൂടെ ഒരാളോടെ വരുന്നുണ്ട്. ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഒരാളോടെ വരുന്നുണ്ട് എന്നാണ് ഞാൻ ജസ്റ്റ് സ്റ്റോറി ഇട്ടായിരുന്നു. അപ്പോൾ അവൻ രാമനായിട്ട് ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൊക്കേഷൻ അറിയേണ്ടവർക്ക് ഡയറക്റ്റ് ഗൂഗിൾ മാപ്പിൽ ഹൊറൈസൺ വ്യൂ പോയിന്റ് അടിച്ചാൽ മതി. എക്സാക്ട് ലൊക്കേഷനാണ്. ഇനിയിപ്പം ഞാൻ അധികം ഈ ടൈമിൽ റെക്കോർഡ് ചെയ്യില്ല, കാരണം ഇരുടാണ്. കുറച്ചൊരു വെളിച്ചം വരുമ്പം റെക്കോർഡ് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ രാമനാട്ടര എത്തിയിട്ടുണ്ട്. രാമനാട്ടര എത്തിയതിന് ശേഷം ചെറിയൊരു മഴ കിട്ടിയതല്ല, ഇവിടെ മഴ പെയ്തിട്ടുണ്ട്. മഴ പെയ്തിട്ടാണ് റോഡ് മൊത്തം എന്താ പറയുക ഫുള്ള് പൊടി ഇങ്ങനെ പറയിക്കൊണ്ടിരിക്കുക. കണ്ണിലായിട്ട് മൊത്തം പൊടിയാണ്. ഒന്ന് മാപ്പ് വെച്ചാട്ടെ. എൻ്റെ മോനെ വരുന്ന വഴി അടിപൊളി കേട്ടോ. ഇപ്പോൾ ലൈറ്റ് ഇല്ലെന്നുള്ളൂ. മിക്കവാറും നമ്മൾ തിരിച്ചിറങ്ങുമ്പം നൈസായിരിക്കും. ചേട്ടാ ഒരു ചായ കുടിക്കാം. സ്വതവേ എടുക്കുന്ന പോലെ കയ്യിൽ ചായ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഇവിടെ നിന്നൊരു ചായ അടിച്ചിട്ട് മെല്ലെ എസ്കേപ്പ് ഇടാം. നോക്കാം. എടാ എൻ്റെ പേരെന്തേനടാ? ഓക്കെ, ചായ അടിക്കാം. ചോദിച്ചോട്ടെ, പുറത്തുനിന്ന് ചായ ഉള്ളൊന്നും കുടിക്കാന്നില്ലല്ലോ. ചായ 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 ചേട്ടാ 3 ചായ. ഇത് കോടയല്ല, പുകയാണ്. അപ്പം 3 വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. 3 എക്സ്പ്രസ്സാണ്. നൈസായിട്ടൊരു ടീം കയ്യിലുണ്ട്. നോർമലി എടുക്കുന്ന പോലെ ബാഗിൽ നിന്ന് ചായ എടുത്തിട്ടില്ല. വയ്യ, താങ്ങാൻ വയ്യ. അതുകൊണ്ടാണ് 3 എക്സ്പ്രസ്. അവരുണ്ടാവും. നല്ല വ്യൂ കേട്ടോ. ഇത് ക്യാമറയിൽ എങ്ങനെയാണ് കാണുന്നത് എനിക്കറിയില്ല, പക്ഷേ വളരെ അടിപൊളി. എൻ്റെ മോനെ ഫോൺ വെക്കാൻ പറഞ്ഞു. മാപ്പ് ഇട്ടാളട്ടെ. ഓനും വഴി അറിയില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മളായിട്ട് സീനാക്കണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടെ നല്ല വ്യൂ ഉണ്ടാവും, കുറച്ചും കൂടെ നല്ല കാറ്റും ഉണ്ടാവും. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അതാ പരിപാടിക്കാടെ കഴിഞ്ഞ്. ഈ ഭാഗത്ത് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളാണ് കേട്ടോ. ഇങ്ങനത്തെ റോഡ്സ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ, ഇങ്ങനത്തെ റോഡ്സും വയലൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളിലോട്ട് കുറച്ച് അടിപൊളി സ്പോട്ട്സൊക്കെ ഉണ്ടാവും. രണ്ടാമത്തെ റൈസ് ചെവിട്ടിൻ്റെ അതോട്ട് ഈ ചേർന്ന് ഹെൽമെറ്റിൻ്റെ അതൊരു ഒറ്റ അടിയാണ്. ഉള്ളിൽ കയറിയിട്ട് അവിടെ കിടന്ന് ചിറകിട്ട് അടിക്കും. ഞാൻ പറഞ്ഞ പോലെ ഇതുപോലത്തെ റോഡ്സ് ഉള്ളിടത്ത് സ്ഥലങ്ങൾ അടിപൊളിയായിരിക്കും കാണാൻ. എന്തായാലും ചായ കുടിച്ച് റീഫ്രഷായി. ഇനി മലയിലോട്ട് വണ്ടി കയറ്റാൻ പറ്റുമെന്നൊക്കെയാണ് പറയണേ. നോക്കി നോക്കാം, പോയാലല്ലേ അറിയും. വിന്നോയ്സ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ, ഇല്ലെങ്കിൽ വോയിസ് ഓർമ്മ ചെയ്യേണ്ടി വരും. എനിക്ക് പറഞ്ഞു തരാൻ വലുതായിട്ട് അറിയില്ല, പക്ഷേ അവിടെ ഒരു ബോർഡ് വായിച്ചായിരുന്നു. കോടപ്പുറം എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കോടപ്പുറം ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് റോഡ് കാണിക്കുന്നുണ്ട്. ഗൂഗിൾ ആൻറ്റി കാണിക്കുന്ന റോഡാണ്. എടാ അതിലൂടെ തന്നെയാണല്ലോ കാണിക്കണേ. അവിടെ ഒന്ന് പോയോക്കട്ടെ, അവിടെ കേൾക്കാം, പോയോക്കട്ടെ. കുറച്ചു നേരം പോസ്റ്റ് അടിക്കട്ടെ അറ്റൻ്റെ. അപ്പം നൈസായിട്ട് വഴി തെറ്റിയായിരുന്നു. കള്ളത്തേണ്ടി ഗൂഗിൾ ആൻറ്റി നമ്മളെ ചതിച്ചു ഗൈസ്. ഗൂഗിൾ ആൻറ്റി നമ്മളെ ചതിച്ചു. നമ്മൾ അവിടുന്ന് റൈറ്റ് എടുത്ത് ഇങ്ങനെ കയറിയില്ലേ, ആ ജംഗ്ഷനിൽ നമ്മൾ ചായ പിടിച്ചില്ല. എനിക്ക് തോന്നുന്നത് അവിടെയാണ് പണി പാളിയെന്നാണ്. അവിടുന്ന് നേരെയാണെന്നാണ് തോന്നുന്നത്. ഗൂഗിള് ബൈക്ക് റൂട്ടാണ് കാണിച്ചത്. ബൈക്ക് റൂട്ട് നേരത്തെ ഞാൻ കയറിയ ആ മലയായിരുന്നു. ഞാൻ റെക്കോർഡിങ് ഓഫാക്കിയിട്ടില്ലെന്ന് വിചാരിക്കുന്നു ആ സമയത്ത്. അപ്പോൾ ആ മലയായിരുന്നു. അപ്പം അതിലൂടെ അല്ല, വേറൊരു വഴി ഉണ്ട് ആക്ച്വലി. അവനൊരു സ്കൂൾ എന്ന് പറഞ്ഞായിരുന്നു, ഹൊറൈസോൺ സ്കൂൾ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ സ്കൂളിൻ്റെ അടുത്തൊരു വഴി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പം ആ സ്കൂൾ മാർക്ക് ചെയ്തിട്ടാണ് പോണേ.
നേരത്തെ അവിടെ നിന്നിട്ട് ഈ വഴിയൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞതാ. ഈ വഴി തന്നെ പോകേണ്ടി വന്നു. വ്യൂ പോയിന്റിലോട്ട് എങ്ങനെയാ? വ്യൂ പോയിന്റിലോട്ട് എങ്ങോട്ടാ? നേരെ തന്നെ അല്ല, അങ്ങോട്ടേക്കാ? വണ്ടി കയറോ? വണ്ടി കയറോ? ആറോടാ? ഓക്കെ മാൻ, താങ്ക്സ്. എന്നാ മക്കള് കയറിക്കോ, കയറിക്കോ. വീഡിയോയിൽ കിട്ടണ്ടേ? ചരല് തെറിപ്പിക്കല്ലേ മേത്തേക്ക്? അത് ഞാൻ തന്നെ വീണല്ലേടാ കള്ളപ്പയന്മാരെ. ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ? ഈശ്വര, കിക്കറടിക്കണം. ഉരുളക്കല്ല് സീനാണല്ലോ അല്ലേ? എടാ നിന്റെ ടയറാണോ നീ മൊട്ടയാന്ന് പറഞ്ഞേ? എല്ലാം ഞാൻ കയറിക്കും. അയ്യോ തള്ളിത്തരാം. ഓക്കെ, എവിടം വരെ വണ്ടി പോവും? അവിടം വരെ പോവല്ലേ? അവിടെ ഒരു ജീപ്പൊക്കെ ഉണ്ടല്ലോ, നൈസല്ലേ? എടാ സ്വന്തം നാട്ടിലാടാ അത്, എന്നിട്ടറിയില്ല. നിൻ്റെ ടയറൊക്കെ കേട്ടോ മുട്ടാന്ന് പറഞ്ഞേ. അവിടേക്ക് നോക്കൂ, അവിടെ നോക്ക്, വള്ളിത്തുമ്പ് മാത്രമേ പിടിക്കാനുള്ളൂ. ഇറക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. എനിക്ക് ടയറുണ്ട്, സീനില്ല.
അവിടെ ജീപ്പുണ്ട്, അപ്പോൾ പിന്നെ നമുക്ക് കയറ്റാലോ അല്ലേ? മൂടാണല്ലോ. ജീപ്പ് സീനില്ല, കയറുന്നു വിചാരിക്കുക. ഞാൻ ആ ഡോമിനാർ എങ്ങനെയാണ് കയറിയെന്ന് ആലോചിക്കണം. ഇത്രയും കാലം വരാതിരുന്ന നഷ്ടമായല്ലോ അല്ലേ? കുറേ വരണം വിചാരിച്ചിരുന്നോ? അല്ല, എത്ര വരെ വണ്ടി കയറ്റാൻ പറ്റുമെങ്കിൽ ഫുള്ളല്ലേ. ഞാൻ അവിടെ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ കണ്ടൊരു വ്യൂ ആണ്, അടിപൊളി. ഇതിൻ്റെ അകത്ത് പാമ്പും പഴുതാരൊന്നും ഉണ്ടാവില്ലേക്കും. ഹൊറൈസൺ വ്യൂ പോയിൻ്റ് ഒരുപാട് കാലം പറഞ്ഞു കളിച്ചായിരുന്നു, പക്ഷേ ഇത്രയും അടിപൊളിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പീക്കിൽ നമ്മളെ വണ്ടി ആ ഭാഗത്തോട്ട് നിർത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ചൊന്ന് താഴോട്ട് വന്നാണ്. ഇതാ ഈ ഒരു വഴി കണ്ടപ്പം നോക്കിയേ, സ്വർഗത്തിലോട്ടുള്ള വഴി നോക്കിയേ. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. പീസ്ഫുൾ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മോനെ എമ്മ പീസ്ഫുള്ളാണ്. അവിടെ ആൾക്കാരുണ്ട്, അവർ നോക്കുന്നുണ്ടോ ഞാൻ എന്ത് തേങ്ങ ഈ പറഞ്ഞ് കളിക്കുന്നത്. ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞ് നടന്നത് പ്രാന്തനാണ്. തൽക്കാലം വിടക്കാം. ശാന്തതയും സമാധാനവുമായിട്ടിരിക്കുന്നു. ഈ ഭാഗത്ത് മയിലുണ്ടാകുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ വേറെന്തോ നേരത്തെ കരഞ്ഞായിരുന്നു. പക്ഷെ അത് മയിൽ പോലെയല്ല കരഞ്ഞ്, വേറെന്തോ പോലെയാണ്. സൂര്യേട്ടം വന്നു തുടങ്ങി, ഇനിയിപ്പോൾ വെയിൽ വന്നു തുടങ്ങും. കോട നമുക്ക് കിട്ടിയില്ല, പക്ഷേ നല്ല അടിപൊളി കാറ്റുണ്ട്. കുഴപ്പമില്ലാത്തൊരു വീഡിയോ, ചെറിയൊരു വീഡിയോ. ആ ഭാഗത്തോട്ട് നോക്കിയാൽ അവിടെ ടവറിൻ്റെ ഉള്ളിൽ ഫുള്ള് മറ്റേ കവുങ്ങ് നിരന്ന് നടക്കുക. മിക്കവാറും പറമ്പുമില്ലായിരിക്കും, പക്ഷേ അതിലൂടെ റോഡുണ്ടെങ്കിൽ പൊളിക്കായിരുന്നു. ഇനി അതുവഴിയാണോ ഞങ്ങൾ വന്നത്? ഇല്ല. ഓരോ മലേൻ്റെ ഉള്ളിൽ കൂടി പുക വരുന്നത് കാണാം. എൻ്റെ മോനെ കിളി വറുക്കണമൊക്കെ എന്ത് പീസ്ഫുള്ളാസ്റ്റാ. വലുതായിട്ട് കാഴ്ചകളൊന്നും കണ്ടില്ല, എന്നാലും കുഴപ്പമില്ലാത്ത കാഴ്ചകളുണ്ട്. ഇനി വെയിൽ വന്നാൽ പിന്നെ മലേൻ്റെ മേലെ ഇരിക്കുന്ന അത്ര സുഖമുള്ളൊരു പരിപാടിയല്ല. കാരണം ഇതുവരെ വെച്ച എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പം വെയിൽ വന്ന് ഞാൻ തീരുമാനം പോകുകയാണ്. ചെറിയൊരു ടൈം ലാപ്സ് എടുത്തിട്ടുണ്ട്, അത്ര തന്നെ. ഇനിയിപ്പം എന്തായാലും സ്ഥലം വൈബാണ്, പെട്ടെന്ന് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. നമുക്ക് നമ്പിക്കുളം ഉണ്ട്, പിന്നെ ഈ ഒരു സ്പോട്ടും ഉണ്ട്. പെട്ടെന്ന് ഓടിച്ചാടി വരാൻ പറ്റിയൊരു സ്ഥലം, കുഴപ്പമില്ല, നൈസാണ്. അടുത്ത പ്രാവശ്യം മറ്റേ അന്നത്തെ ഇമ്പിൾസുകാരനെ കൂട്ടി വരണം. സോ എനിവേ, കൊച്ചു വീഡിയോ ആണ്. നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന പോലെ എന്താ പറയുക, പാർട്ടൊന്നും ഉണ്ടാവില്ല, ഒറ്റൊരു വീഡിയോ. സോ എനിവേ, വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ദ വീഡിയോ, ഷെയർ ദ വീഡിയോ, സബ്സ്ക്രൈബ്. പോവാ, ഇറക്കണ്ടേ? ഞാൻ ബാക്കിൽ വരാം, ആദ്യം നിങ്ങൾ